ഹായ് ഗൈസ്, ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ അനുമോൾക്കും നെവിനും ഒരു ദിവസം മുഴുവനും സംസാരിക്കാതിരിക്കാനുള്ളൊരു ടാസ്ക് കൊടുത്തായിരുന്നു. ക്യാപ്റ്റനായിരുന്നിട്ട് കൂടി നെവിൻ പലതവണ ടാസ്ക് തെറ്റിച്ചു. അനുമോൾ വളരെ വൃത്തിയായിട്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. ഇതിനിടയിൽ തന്നെ അപ്പാനി ശരത്ത് വന്ന് അനുമോളെ ഒരുപാട് തവണ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഒരു തവണ പോലും പ്രകോപിതയാകാതെ വളരെ ഭംഗിയായിട്ട് തന്നെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രദ്ധിച്ചു. ശരത്ത് വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു, അപ്പാനി ഇവിടെ നിന്ന് പോവുകയാണെങ്കിലും അനുമോളെ വലിച്ചു കീറിയിട്ടേ പോവുള്ളൂ. ഒരുപാട് അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് അനുമോളെ വേദനിപ്പിക്കാൻ ശ്രമിച്ചു. വായ തുറന്ന് സംസാരിച്ച അനുമോളെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാതെ ഇരിക്കാനും അവൻ ശ്രമിച്ചു. പക്ഷേ അതൊന്നും അനുമോള് ചെവിക്കൊണ്ടില്ല. പക്ഷേ ഞാൻ പണ്ടൊരു പഴഞ്ചൊല്ലി കേട്ടിട്ടുണ്ട്, എല്ലാത്തിനും കൂടെ ഒരു കൊട്ടെന്നുള്ള. ഇത്രയൊക്കെ അയാൾ പ്രകോപിപ്പിച്ചിട്ട് ഒന്നും മിണ്ടാതെ നിന്നിട്ട് ഏറ്റവും ലാസ്റ്റ് അനുമോള് വിരൽ ചൂണ്ടി അപ്പാനി ശരത്തിൻ്റെ നേർക്ക് ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നുണ്ടായിരുന്നു. നീ കരുതി വെച്ചോ, ഇതിനെല്ലാം കൂടി ഞാൻ പകരം ചോദിക്കുന്നു. അരേ വാ, സൂപ്പറായിരുന്നു. അത്രയും നേരം ക്ഷമിച്ച് നിന്നതിന് ആ ഒരൊറ്റ വിരൽ ചൂണ്ടൽ മതിയായിരുന്നു. അപ്പാനി ചൂളിപ്പോയി. കാണാന്നൊക്കെ പറഞ്ഞു പോകുന്നു. അതാണ് പെണ്ണ്. അത്രയും നേരം ക്ഷമിച്ച് നിന്നിരുന്നെങ്കിലും അവൾക്ക് പകരം ചോദിക്കാൻ ഒരവസരം കിട്ടുമ്പോൾ ചോദിക്കുമെന്ന് അവൾ കാണിച്ചു കൊടുത്തു. ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ കണ്ട കാഴ്ചകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് അതായിരുന്നു. അനുമോള് മിടുക്കിയാണ്. അവൾ ഓരോ ടാസ്ക് കൊടുക്കുമ്പോഴും അവൾ എത്ര ഭംഗിയായിട്ട് അതൊക്കെ നിർവഹിക്കുന്നു. സൂപ്പറായിരുന്നു.